നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആറന്മുള നിയോജക മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് LDFിൽ നിന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ്. UDFിൽ നിന്നും അബിൻ വർക്കിയുമാണ് നിൽക്കുന്നത്. ഈ രണ്ടുപേരും ഒരുമിച്ച് ഒരേ വേദിയിൽ ഇഞ്ച് മാത്രം അകലെ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ പ്രസ്താവനകൾ നടത്തിയിരുന്നു. സത്യത്തിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളും പരിപാടികളുമാണ് വേണ്ടത്. ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിനെയും ദുരിതത്തിനെയും കുറിച്ചും നിലനിൽക്കുന്ന പ്രധാന വിഷയങ്ങളെ കുറിച്ചും എത്രത്തോളം അറിവുണ്ടെന്നും ആഴത്തിൽ അവരുടെ പോയിന്റ് എന്താണെന്നും മനസ്സിലാക്കാൻ സത്യത്തിൽ ഇത്തരം സംവാദ പരിപാടികൾ നല്ലതാണ് എന്ന് പറയാം. അതായത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് പ്രതിദാനം ചെയ്തുകൊണ്ടുള്ള പ്രതിനിധികളെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന സ്ഥാനാർത്ഥികൾ തന്നെ മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ഡിസ്റ്റൻസ്, ഒരു കൈ അകലം പോലും ഇല്ലാത്ത തരത്തിലാണ് അവർ രണ്ടുപേരും ചേർന്നിരുന്നു കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ അബിൻ വർക്കിക്ക് ഈ ഒരു വീഡിയോ കൊണ്ട്, അല്ലെങ്കിൽ അബിൻ വർക്കിയുടെ ഇന്നലെ പുറത്തു വന്ന ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രം കുറഞ്ഞത് ഒരു 500 വോട്ടെങ്കിലും കൂടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ചങ്കൂറ്റം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനും ആ ചോദ്യങ്ങളിൽ തനിക്ക് ഉണ്ടാകുന്ന മറുപടികളും അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിൽ തനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ തനിക്ക് അനുഭവപ്പെട്ടതുമായിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ, കണക്കുകൾ, എവിഡൻസുകൾ ഇവയെല്ലാം തന്നെ വെച്ച് പറയാൻ ഉള്ള ധൈര്യം, ചങ്കൂറ്റം ഇവയുണ്ട്. വീണ ജോർജ് അക്ഷരാർത്ഥത്തിൽ വിചാരിച്ചിട്ടുണ്ടാകും, ദൈവമേ ഈ ഭൂമി പിളർന്ന് ഞാൻ അങ്ങ് താഴ്പോട്ടങ്ങ് പോകണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കാം ഇന്നലെ അബിൻ വർക്കിയുടെ മുന്നിൽ ഇരുന്നപ്പോൾ വീണ ജോർജിന് ഉണ്ടായിരിക്കുക. വളരെ പ്രധാനപ്പെട്ട വളരെ ചെറിയ ഒരു ഭാഗം നമുക്കൊന്ന് കാണാം. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക ഒടുങ്ങിയത് 2017 21 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാൾ കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം. എന്തായാലും ആറന്മുള നിയോജക മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികൾ പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ സംവാദം എന്ന ഈ മന്ത്രിയുടെ മുടണ്ട ന്യായങ്ങളുമാണ് കണ്ടത്. ഇന്നലെ ആ ചർച്ച മുഴുവനായും കണ്ടവർക്കറിയാം, സംവാദം എന്നാൽ PR ടീം പഠിപ്പിച്ചു വിടുന്ന പച്ചക്കള്ളമല്ല, വസ്തുതകൾ നിരത്തിയുള്ള മറുപടിയാണ് എന്ന് അബിൻ വർക്കി മന്ത്രി കൊച്ചമ്മയ്ക്ക് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഫാക്ട് വെച്ചുള്ള മറുപടി പറയുമ്പോൾ ഓരോ തവണയും എന്റെ കാലത്തല്ല എന്നും ഫണ്ട് എവിടെയെന്നും പറഞ്ഞു മുങ്ങാൻ നോക്കിയ വീണയെ ഓടിച്ചിട്ടടിക്കുന്ന അവസ്ഥയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. സംവാദത്തിലെ പ്രധാന പോയിന്റുകളും അതിലെ വാദപ്രതിവാദങ്ങളും നമുക്ക് നോക്കാം. DYFI വയനാടിന്റെ പേരിൽ ഫണ്ട് പിരിച്ചു മുക്കിയത് അബിൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് പിരിച്ച വയനാട് ഫണ്ടിന്റെ കണക്ക് എവിടെയെന്നായിരുന്നു വീണയുടെ ചോദ്യം. എന്നാൽ മാസങ്ങൾക്ക് മുൻപേ ഇതേ പ്രസ് ക്ലബിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സഹിതം കണക്ക് കാണിച്ചതാണ് എന്ന് അബിൻ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ പോലും അത് ശരിയാണ് എന്ന് സമ്മതിച്ചു. അതോടെ തുടങ്ങി മന്ത്രിയുടെ ഗ്യാസ് പോവൽ. തന്റെ കീഴിലെ ആരോഗ്യ മേഖലയിൽ ഒരു കുറ്റവും ഇല്ല എന്ന് വീണ തള്ളിയപ്പോൾ ആശുപത്രിയിൽ ഉപകരണങ്ങളും മരുന്നുകളും ഇല്ലാത്തതും രോഗികൾക്ക് സമയത്ത് ചികിത്സ കിട്ടാത്തതും സർജറി കഴിഞ്ഞാൽ വയറ്റിൽ കത്രിക ഫ്രീ ആയതും അവൻ എടുത്തു പറഞ്ഞു. അത് എന്റെ കാലത്തല്ല എന്ന മന്ത്രിയുടെ സ്ഥിരം പല്ലവിക്ക് അന്ന് ഭരിച്ചത് നിങ്ങളുടെ തന്നെ സർക്കാരാണ് എന്നും KK ശൈലജയാണ് അന്ന് ആരോഗ്യമന്ത്രി എന്ന് അബിൻ പറഞ്ഞപ്പോൾ മന്ത്രി കൊച്ചമ്മ ഇളിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ഒരു കോട്ടുവ ഇടുന്നതും കാണാം. പ്രതിഷേധം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് തന്നെ കൊല്ലാൻ നോക്കി എന്നായിരുന്നു വീണ വലിയ കാര്യത്തിൽ എടുത്തിട്ടത്. സത്യത്തിൽ വീണ തന്റെ കുഴി സ്വയം തോണ്ടിയത് ആയിരുന്നു ആ വാദം. സമരക്കാരുടെ കയ്യിൽ ആയുധമില്ല എന്ന് പോലീസും മന്ത്രിക്ക് പരിക്കില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടും പറയുമ്പോൾ പിന്നെ എന്തിനായിരുന്നു ആ ഗുരുതര പരിക്ക് ഇത് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. കൂടാതെ ഗുരുതര പരിക്ക് പറ്റിയ രോഗിയെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ കൂട്ടത്തിൽ മരുമോനും ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ആശുപത്രിയിൽ നിന്ന് സ്വന്തം കാറിൽ പറഞ്ഞയച്ച ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ എന്ന് പറഞ്ഞ് അവൻ പരിഹസിച്ചപ്പോൾ മന്ത്രിയുടെ മുഖത്ത് നടുറോഡിൽ വെച്ച് അത് ഉടുമുണ്ടുരിഞ്ഞു പോയ അവസ്ഥയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിലെ പ്രധാന ഹൈലൈറ്റ് അതൊന്നും അല്ല. മന്ത്രി കൊച്ചമ്മയ്ക്ക് സംവാദം നടത്തേണ്ടിയിരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ആയിരുന്നു അത്രേ. എന്റെ പൊന്നു ദുരന്തമേ, 2010 ലോട്ടറി സംവാദം ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അന്ന് സാക്ഷാൽ തോമസ് ഐസക്കിന് പറ്റിയത് എന്താണ് എന്ന് പഴയ സഖാക്കളോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അബിന്റെ മുന്നിൽ ഇങ്ങനെ വിയർത്തു പോയെങ്കിൽ വീഡിയോയുടെ മുന്നിൽ പോയി ഇരിക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളോട് പാവം തോന്നുന്നു. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സഭയുടെ നോമിനിയായി സീറ്റ് ഒപ്പിച്ച് മന്ത്രിയുമായി PR ടീമും എഴുത്തരുന്ന വായ്ത്താളം കാശ് കൊടുത്ത് ഇന്റർവ്യൂ എടുക്കുന്ന അഭിലാഷ് മോഹന്മാരുടെയും അടുത്ത് നടക്കും. അതേ ഓർമ്മയിൽ പബ്ലിക്കായി സംവാദത്തിന് പോയി വസ്തുതകളില്ലാതെ വായ തുറന്നാൽ ഇങ്ങനെയിരിക്കും.
ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിൽ ഡിവൈഎഫ്ഐക്കെതിരെ ആരോപണവുമായി അബിൻ വർക്കി രംഗത്ത് വരികയും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐയെ പണം നൽകിയെന്ന് പറയുകയും എന്നാൽ പറഞ്ഞ തീയതിയിൽ മുഴുവൻ പണവും നൽകിയിട്ടില്ല എന്നുമാണ് അബിൻ വർക്കി ചൂണ്ടിക്കാണിച്ചത്. 2025 ഏപ്രിൽ മാസം 20 കോടി നൽകി എന്നാണ് ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നത്. എന്നാൽ അവർ മുഴുവൻ തുക അന്ന് നൽകിയില്ല. 10 മാസം കഴിഞ്ഞാണ് മുഴുവൻ തുക നൽകിയത്. അതായത് ഈ 10 മാസത്തെ പലിശ ഇനത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നു എന്നും അബിൻ വർക്കി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടന്ന സ്ഥാനാർത്ഥി സംവാദത്തിലാണ് ഇരുവരും തമ്മിൽ ആശയപരമായി ഏറ്റുമുട്ടിയത്. 10 വർഷത്തിൽ ആരോഗ്യ മേഖല തകർന്നടിഞ്ഞു എന്ന അബിൻ വർക്കി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി പറയുന്നു. മാത്രമല്ല ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ എന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നല്ല ഡോക്ടറിനുള്ള പദവി നൽകി, നല്ല ഡോക്ടർ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് പറയുന്നത് ആരോഗ്യ മേഖലയിൽ കൃത്യമായ ചികിത്സിക്കാനുള്ള മിഷൻ ഇല്ല, ചികിത്സിക്കാൻ കൃത്യമായി അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മന്ത്രിയെ വിശ്വസിക്കുന്ന പോലെ തന്നെ മന്ത്രി പറഞ്ഞ നല്ല ഡോക്ടറിന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കേണ്ടി വരില്ലേ എന്ന് അബിൻ വർക്കി ഓരോ പോയിന്റിൽ ചോദിക്കുകയാണ്. മാത്രമല്ല പ്രതിഷേധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു കറുത്ത തുണി പൊക്കിക്കാണിച്ചാൽ ആർക്കാണ് ഇവിടെ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം ഇവിടെ ചോദിച്ചത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മുൻ പാർട്ടി സെക്രട്ടറിയുമായ പിണറായി വിജയൻ തന്നെയായിരുന്നു എന്ന് അബിൻ വർക്കി ചൂണ്ടിക്കാണിക്കുന്നു. അതേ ആള് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള കറുത്ത കൊടി പൊക്കിക്കാണിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനം, ജീവൻ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ച ജനങ്ങളെ അല്ലെങ്കിൽ KSU പ്രവർത്തകരെ തല്ലി ചതച്ച് ഒടിച്ചിട്ടതും ഇതേ പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ ഗൺമാൻമാരും അതുപോലെ തന്നെ പോലീസുകാരും തന്നെയായിരുന്നു എന്ന് മറക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ അതായത് ആരോഗ്യമന്ത്രി ഇതിന് മുൻപ് പറഞ്ഞു തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് KSU പ്രവർത്തകർ ശ്രമിച്ചത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ഏകദേശം 21ഓളം ക്യാമറകൾ ഉണ്ടായിരുന്നു ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്ത്. ആ 21 ക്യാമറകളിൽ പതിഞ്ഞിട്ടില്ല മന്ത്രിക്ക് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകില്ലെങ്കിൽ മന്ത്രിയെ കൊല്ലാനായി വരുന്നതിൽ ഒരു തരത്തിലുമുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രിയെ വധിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള വീഡിയോ എന്തെങ്കിലും ആരെങ്കിലും പുറത്തു വിട്ടു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഇനാം യൂത്ത് കോൺഗ്രസ് നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരുന്നു. അതിനും ഒരു തരത്തിലുമുള്ള വീഡിയോകൾ പുറത്തു വന്നിട്ടില്ല. ഈ ഒരു സംവാദം കൊഴുക്കുന്നിടയിൽ വീണ ജോർജിന് ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറുപടി. അതിനിടയ്ക്ക് വീണയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. എന്നിട്ട് പറയുന്നു വാട്സ്ആപ്പ് ചെക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു പറയുന്നത്. ഉടൻ തന്നെ വാട്സാപ്പിൽ നോക്കുകയാണ്. എന്തെങ്കിലും ഇതിന് തിരിച്ചു പറയാനുള്ള ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ട് മാത്രം ഇരിക്കാതെ എന്തെങ്കിലും 2 വർത്തമാനം തിരിച്ചു പറയാമെന്നായിരിക്കണം ഒരുപക്ഷെ ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ പറയേണ്ട പോയിന്റ് ആയിരിക്കാം ഒരുപക്ഷെ അവർ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും അബിൻ വർക്കി കലക്കി പൊളിച്ചെടുക്കി എന്ന് തന്നെ പറയാം. അബിൻ വർക്കിയെ അല്ലെങ്കിൽ കോൺഗ്രസിനോട് യാതൊരു തരത്തിലും ചായ്വില്ലാത്തവർ പോലും ചാഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കിണ്ണം കാച്ചിയ പെർഫോമൻസ് തന്നെയായിരുന്നു അബിൻ വർക്കിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യമന്ത്രിയെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടാൽ 1 ലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. എന്തുകൊണ്ട് ആരും ദൃശ്യങ്ങളുമായി വന്നില്ല? കഴുത്തിന് സാരമായി പരിക്കേറ്റ മന്ത്രിയെ കാറിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചത് ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയുടെ ഏറ്റവും നല്ല തെളിവാണെന്നും അബിൻ വർക്കി കൃത്യമായി അക്കമെടുത്ത് നിർത്തി. എന്നാൽ തന്നെ ആക്രമിച്ച വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആലപ്പുഴയിൽ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം തന്റെ കാലത്തല്ല എന്ന് മന്ത്രി വീണ ജോർജിന്റെ വിശദീകരണം ശൈലജ ടീച്ചറെ ഉദ്ദേശിച്ചാണോ എന്നും മന്ത്രി തന്നെ വ്യക്തമാക്കണമെന്നുമാണ് അബിൻ വർക്കി പറഞ്ഞത്. എന്തായാലും അബിൻ കലക്കി. മാത്രമല്ല അബിൻ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ നടപടി ഉണ്ടായിട്ടുണ്ട്, അത് തുടരും, വീട്ടിൽ പോയി ചോദിക്കുന്ന പിണറായിയുടെ പരാമർശം പിശക് പറ്റിയെന്ന് ദാസ് പി ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും വീണ ജോർജ് മറുപടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല പത്തനംതിട്ടയിൽ കൃത്യമായിട്ടുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ശബരിമല. അപ്പോൾ ശബരിമല നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും മന്ത്രി വീണ ജോർജ് ഒരു തരത്തിലുള്ള മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? ഭയന്നിട്ടാണോ? അടക്കമുള്ള ചോദ്യം അബിൻ ചോദിച്ചിട്ടുണ്ട്.